ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വാനില കേക്കാണ്. നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം നല്ലപോലെ അരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. 2 അടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്പീഡിലിട്ട് മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ച് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് കുറച്ച് തട്ടി കൊടുത്ത ശേഷം സെക്കൻഡ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ മിക്സ് ആവത്തില്ല, അതുകൊണ്ട് കുറച്ച് തട്ടി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത ശേഷം ലാസ്റ്റിൽ ഫുൾ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തട്ടിയ ശേഷം ഒരു വിസ്ക് വെച്ച് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുമിച്ച് തട്ടരുത്, മിക്സ് ആവത്തില്ല, കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് മെല്ലെ ഫോൾഡ് ചെയ്യുക. ബാറ്റർ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ ബാറ്റർ അതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ആ ബാറ്ററിലോട്ട് ഈ ഫുള്ള് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സ്ക്വയർ വെച്ച് നല്ലപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ വെച്ച് കുത്തി നോക്കാം വെന്തോന്ന്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. സൈഡും കൂടി വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം തണുപ്പിക്കാൻ വയ്ക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ക്രീം ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം കുറച്ച് വാനില എസൻസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ച 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് കുറച്ചായി തട്ടി കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ക്രീം നമുക്ക് ഇതേപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ബോർഡിൽ സെൻറ്ററിൽ ക്രീം തേച്ച ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി കേക്ക് ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ക്രീം ഇട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് അതിലോട്ട് ഇട്ട ശേഷം സെക്കൻഡ് ലെയർ വെച്ച് നമ്മൾ സൈഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയറും നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഫുള്ളായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്യുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട ശേഷം ഇനി ലാസ്റ്റ് ലെയറാണ്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം നമ്മൾ ടോപ്പിലും സൈഡിലുമായിട്ട് ക്രീം ഇട്ട് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സ്ക്രാപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ടോപ്പും സൈഡുമായിട്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. സെക്കൻഡ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. സ്ക്രാപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നൈഫോ സ്ക്രാപ്പറോ വെച്ച് ടോപ്പും സൈഡും കൂടി നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ബാഗിൽ കുറച്ച് ക്രീം കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോസിലിട്ട് നമ്മൾ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സൈഡ് ഡെക്കറേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഒരു സ്ക്രാപ്പർ വെച്ച് ലെവൽ ചെയ്തിരിക്കുകയാണ്. സൈഡിലെ കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിലും കൂടി കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ബോട്ടത്തിലും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിൽ മൾട്ടി കളർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൽ പേര് എഴുതാം. അപ്പോൾ നമ്മളുടെ വാനില കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.